സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗങ്ങളായിട്ടുള്ള ചെങ്കള നീലേശ്വരം റീച്ചിലെ ബേവിഞ്ച ചട്ടഞ്ചാൽ ഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ചെർക്കള ഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗമാണ് നമ്മുടെ കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അതായത് ചെങ്കള വഴിയല്ല ഇപ്പോൾ ദേശീയപാത 66 വാഹനങ്ങൾ കടന്നു പോകുന്നത്. ചട്ടഞ്ചാൽ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ഇടവഴി കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മുടെ NH 66 എത്തിപ്പെടുന്നത്. ചെങ്കള ടൗണിലൂടെയുള്ള കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്ര, അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാസർഗോഡ് ടൗണിൽ നിന്ന് കാഞ്ഞങ്ങാട് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കള ടൗണിലൂടെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പുറത്തേക്കും ഈ ഒരു ചുരം പോലെയുള്ള സ്ഥലത്ത് കൂടെ വാഹനങ്ങൾ പോകുന്നില്ല. പാലത്തിന് മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളും ഒരു സൈഡിൽ ടാറിങ് ചെയ്യുന്ന പണികളും കഴിഞ്ഞ് ഒരു സൈഡിലൂടെയുള്ള ആ ഒരു ഭാഗത്തു കൂടെ ആയിരുന്നു വാഹനങ്ങൾ ഇതുവരെ കടന്നു പോയിരുന്നത്. ഗതാഗതം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് നല്ല വേഗത്തിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടങ്ങള് വളഞ്ഞു പൊളഞ്ഞിട്ടാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മാക്സിമം സ്പീഡ് തോന്നുന്നു 60 ആയിരിക്കും, 70 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് 60 കുറക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും കൊടും വളവാണ് ഈ ഭാഗത്തുള്ളത്. ചെർക്കള ഭാഗം ഒരു കുന്നാണ്, അതേപോലെ ചട്ടഞ്ചാൽ ഒരു കുന്ന്, ഇതിനടിയിലാണ് ബേവിഞ്ച തെക്കിൽ പാലം. ആ ഒരു പാലമുള്ള ഭാഗം, ആ പുഴ കടന്നു പോകുന്ന ഭാഗം ഒരു താഴ്വരം പോലെ താഴ്ന്ന പ്രദേശമാണ്. അതിനടിയിൽ ഒരു പാലം വരുന്നുണ്ട്, തെക്കിൽ പാലം. പാലത്തിന്റെ അപ്പുറത്തേക്കും പിന്നെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത്. ഒരു കുന്നാട്ടോ, ഒരു കുന്നിൽ നിന്ന് അപ്പുറത്തെ കുന്നിലേക്ക് ഒരു വലിയൊരു പാലം നിർമ്മിച്ചാൽ, പാലം നിർമ്മാണ ചെലവ് കൂടുതലുള്ളൊരു പരിപാടിയാണ്. എല്ലാത്തന്നെ കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് വൻ ചെലവാണ്. അതിൻ്റെ ആ ഒരു ഇത് ടോളിലും കാണുന്നുണ്ട്. ഒരു സൈഡിലേക്ക് കടക്കാൻ 150 രൂപയാണ് വെട്ടിച്ചിറ ടോൾ പാസ കടക്കാൻ. അപ്പോൾ ഇവിടെ ഒരു പാലം വന്നിക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിർമ്മാണ ചെലവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള നിർമ്മാണം. ഏതായാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം. ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ പണി കഴിഞ്ഞു. സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മഴത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം, അതായത് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ ഭാഗം ആ ഒരു കമ്പി അടക്കം ഇങ്ങോട്ട് അടർന്ന് വീണിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഇത് മനസ്സിലാകും. അവിടെയൊക്കെയാണ് നിങ്ങൾ ഒരു റാമൊന്നും വിട്ടുകണം. അത്രയും വലിയൊരു കൊടും വളവാണ്. ഇറക്കക്കുത്തനുള്ളതുകൊണ്ടാണ് നേരെ നിർമ്മിക്കാത്തത് കേട്ടോ. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ റീച്ചിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണിക്കാരും എക്സ്കവേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം ഇവിടെയാണ് ഇപ്പോൾ പണി കാര്യമായിട്ട് നടക്കണുള്ളൂ. സംഭവം എന്താ വെച്ചാൽ ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് അടുത്ത മഴ വരുമ്പോഴത്തിന് പറ്റാവുന്ന അത്ര പണികൾ തീർക്കുക. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടതിലേറെ ഒരുപാട് മാറ്റങ്ങളും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 സൈഡിലൂടെയാണ് പാത കടന്നു പോകുന്നുണ്ടോ. അപ്പോൾ ആ ഒരു കാറ് പോയതൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമാണ്. അത്രയും ഉയരത്തിലാണ്, ഇത്രയും താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്ത് പാത നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തേക്ക് ആ ഒരു കോലം കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയൊരു കുന്നേനിട്ട് ഇവിടെയൊക്കെ ഇവിടെ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങൾ അടർന്ന് വീണു. ഒരു പൊക്കറൊക്കെ കണ്ട ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പം ഇത് ചെർക്കള ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 വശത്തു കൂടെ ആയിട്ടാണ് 6 വരി കടന്നു പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ CTSBയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പണികൾ തീർത്ത് ഗതാഗതത്തിന് തുറന്നെടുക്കാൻ പറ്റുന്ന കോലത്തിലാക്കി എടുക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിപ്പോൾ ചെർക്കള ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ്. ഇവിടെ 3 വരി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പുറത്തേക്ക് പോകുന്നത് ആ ഒരു അതിൻ്റെ നടുവിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കൂടെയാണ് ഇതാണ് ആ വളഞ്ഞങ്ങനെ പോകുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, ചെർക്കളയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെ വളഞ്ഞിട്ടാണ് പോവുക. ഇതിൻ്റെ ഈ CTSB കഴിഞ്ഞ ഭാഗവും അതേപോലെ മറ്റേ റോഡൊക്കെയാണ് ആ വളഞ്ഞു പോകുന്ന റോഡ്. അതിൻ്റെ അടിയിൽ കുറച്ചൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആ ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു സൈഡിൽ CTSBയുടെ പണികൾ ഇതാ ഈ ഒരു കോലമായിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പാറ പൊട്ടിക്കുന്ന, കരിമ്പാറ ഉണ്ടാവില്ല, കരിമ്പാറ പൊട്ടിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇതിലൂടെ പോയി പരിചയമുള്ള ആൾക്കാരൊക്കെ ഇതിലൂടെ തന്നെ എപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ റിസ്ക് ആണ്, നല്ല അറഞ്ചം പുറിഞ്ചം പണി നടക്കണം. അതായത് അത്രയും ഹെവി മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പണി നടക്കുന്നൊരു സ്ഥലമാണ്. കുറച്ച് ആൾക്കാർ ആ ചെർക്കള ഭാഗത്ത് ഒരു കയറ്റം കയറി പോകുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, ഞാൻ കൈക്കൂടെ പോയത്. ആ ഒരു കയറ്റം ഇങ്ങനെ കയറിയിട്ട് പോകുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ചട്ടഞ്ചാല ഭാഗത്തു നിന്ന് തന്നെ ആൾക്കാർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ബസ്സുകളൊക്കെ ചട്ടഞ്ചാല ഭാഗത്തു നിന്ന് തന്നെ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മളെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ആ ഒരു മിസ്സിംഗ് ലിങ്ക് പ്രോജക്റ്റൊക്കെ വരേണ്ടത്. വേണ്ടങ്ങൾ ഇത്ര വലിയൊരു ഘാട്ടല്ല, അത് പിന്നെ വലിയ ഘാട്ടാണ്. 2 മലനിരകൾക്കിടയിലൂടെയാണ് ആ ഒരു പാലം കടന്നു പോകുന്നത്, ടണലൊക്കെ നിർമ്മിച്ച് കണ്ട്. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്നാലും ഇത് കണ്ടങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു ഭാഗം നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 66 വേറൊരു സ്ഥലത്തും ഇല്ല കേട്ടോ.
ഇത്രയും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഈ ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം നല്ല വേഗത്തിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ ഈ ഒരു കാസർഗോഡ് ജില്ലയിൽ. കാരണം ഈ ഒരു രണ്ടാമത്തെ റീച്ചിലാണ് പണികൾ ബാക്കിയുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ആ ഒരു 40 കിലോമീറ്റർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ 40 കിലോമീറ്റർ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ MEIL മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് പണി നടത്തുന്നത് കേട്ടോ. ഒരു ന്യൂസ് കണ്ടു, ആലപ്പുഴ ജില്ലയിലൊക്കെ ദേശീയപാതയുടെ പണികൾ നിർത്തിയോ എന്ന് സംശയമാണ്. കാരണം പണിക്കാരില്ല, തൊഴിലാളികളൊക്കെ നാട്ടിൽ പോയിക്കണ്. പണ്ടൊക്കെ നമ്മളെ ആവശ്യ സാധനങ്ങൾ ഇങ്ങോട്ടെത്താൻ ഇനി പണി. ഇപ്പം തൊഴിലാളികളില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറിയാൻ പറ്റും. ഈ ഒരു SIR ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ട് തൊഴിലാളികൾ ഒരുപാട് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താ സ്ഥലമല്ലേ, ഒരു ടാസ്ക് ഉള്ള ഈ ഒരു കുന്നുമെന്ന് അപ്പുറത്ത് ആ കാണുന്നതാണ് ചട്ടഞ്ചാൽ എന്നുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല വിധത്തിലുള്ള പാലങ്ങളും പ്രോജക്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിലേറ്റവും അവസാനമായിട്ട് മിസ്സിംഗ് ലിങ്ക് പ്രോജക്റ്റ്, ഒരു എഞ്ചിനീയറിംഗ് മാർബൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്നു കൊടുത്തു. നമ്മളെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് വയനാട് ടണൽ പ്രോജക്റ്റ് കേട്ടോ. വയനാട് ടണൽ അത്യാവശ്യം നല്ലൊരു പ്രോജക്റ്റാണ്. കാരണം വയനാട് ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ വയനാട് ടണലാണ്. ഇനി പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ, അങ്ങനത്തെ കുറച്ച് ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബേവിഞ്ച പാലം കേട്ടോ. നിലവിലുള്ള തെക്കിൽ ആ ഒരു 2 വരിപ്പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ 6 വരിപ്പാത കടന്നു പോകുന്നത്. നിലവിലുള്ള പാലം 2 വരിയാക്കി നിലനിർത്തിക്കൊണ്ട് അതാണ് ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തത്. ഒരു വൃത്തികെട്ടൊരു ഡിസൈനായി പോയത്. ഈ 3+2 എന്നുള്ളത് ഭാവിയിൽ എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബുദ്ധിമുട്ട് മാത്രമല്ല, അതിങ്ങനെ പൊളിച്ചു കണ്ടിഞ്ഞ് 3 വരിയാക്കുമ്പോൾ സമയനഷ്ടം, പൈസ നഷ്ടം, വേറൊരു കരാറ്, വേറൊരു സംഭവം. എന്തായാലും അതൊരു അനാവശ്യ ഡിസൈനായി പോയി. പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണി നോക്കിയതാണ്. നിലവിലുള്ള പാലം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത്രയും പണി കുറഞ്ഞിട്ടല്ലോ എന്നുള്ളത്. കേരളത്തിലെ കാലാവസ്ഥയും മറ്റേ മണ്ണ് കിട്ടാത്ത സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ കുറ്റിപ്പുറം പാലൊക്കെ പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ. പിന്നെ ഇതൊക്കെ ആ കുന്നുമെന്ന് നമ്മൾ ഈ ഒരു കുന്നിലേക്ക് എത്തി. ഇവിടെ കണ്ടങ്ങൾ പോലെയാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത്. അത്രയും വളവുള്ള സ്ഥലം കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ ഇതേപോലെ പോയി കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത്. ആർക്കെങ്കിലൊക്കെ യാത്ര സ്പോൺസർ ചെയ്യാനോ ഫണ്ട് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ കേട്ടോ. നമ്മൾ പോകും. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും താങ്ങൂല. ഏതായാലും ഇതിലൂടെയൊക്കെ വാഹനം ഓടിച്ച്, അതായത് പണികളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് വാഹനം ഓടിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ഇതിലൂടെയല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു തല മുതൽ ആ തല വരെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. സുഹൃത്തുക്കളെ, ഞാനൊരു സത്യം പറയാം, നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു NH66 പണികൾ പൂർണ്ണമായിട്ടും കഴിയാൻ ഇനിയും 2 വർഷത്തിലേറെ സമയം കാത്തിരിക്കേണ്ടി വരും. അതൊരു സത്യമാണ്. കാരണം വെറുതെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ വർഷം കൊണ്ട് തീരും എന്ന് പറഞ്ഞത് കേട്ടിട്ട് ആരും വിശ്വസിക്കണ്ട. 2 വർഷത്തിലേറെ സമയം എന്തായാലും എടുക്കും. എന്തായാലും കണ്ണൂർ ബൈപ്പാസൊക്കെ തീരാൻ ഇനിയും 1.5 വർഷം എടുക്കും. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു ബേവിഞ്ച ഭാഗത്തുള്ള ആളുകൾ ഇവിടെ അടിപ്പാതയില്ല, സർവീസ് റോഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു. ആ ഒരു സമരം വിജയം കണ്ടിട്ടുണ്ട്. നാട്ടുകാർക്ക് അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് 200ഓളം വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് സമരങ്ങളിലൂടെ അണ്ടർപാസുകളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. എന്താ ഭംഗി, പച്ചപ്പുള്ളതുകൊണ്ട് ഭംഗിയുണ്ട്. പക്ഷെ പണി നടത്തൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. ചട്ടഞ്ചാലിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങോട്ട് കേരിനോടത്ത് 2 സൈഡിലും വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തിരക്കില്ലാത്ത എന്താ വെച്ചാൽ പൂർണ്ണമായിട്ടും ഗതാഗതം നിരോധിച്ചത് കൊണ്ടാണ്. അറിയുന്ന ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. ചെർക്കള ഭാഗത്തേക്ക് ആ ഒരു കയറ്റം കയറി പോകുന്ന രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് തോന്നുന്നുണ്ട് കാസർഗോഡ് ആ ഭാഗത്തെ, കാഞ്ഞങ്ങാട് ഭാഗത്തെ റോഡ് ടാർ ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇവിടെ പോകണമായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു ചട്ടഞ്ചാല് മുതൽ നീലേശ്വരം കാഞ്ഞങ്ങാട് സൗത്ത്, കാഞ്ഞങ്ങാട് ഭാഗം എത്തുന്നവരെ നമുക്ക് ഹൈവേയിലൂടെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കുറഞ്ഞ ഭാഗത്തുകൂടെ മാത്രമാണ് സർവീസ് റോഡിലൂടെ പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചട്ടഞ്ചാല് അണ്ടർപാസിന്റെ മുകളിലൂടെയാണ്. ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ചട്ടഞ്ചാലിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അതായത് പുതിയ ഹൈവേയിലൂടെ കടന്നു പോകുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ DBM ചെയ്തിട്ടുള്ളൂ, BC ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ ചട്ടഞ്ചാല് ഭാഗത്തൊക്കെ പണികൾ ഏകദേശം ഈ ഒരു കോലമായിട്ടുണ്ട്. 2ാമത്തെ റീച്ചിലൂടെയും ഗതാഗത കുരുക്കിലൊന്നും പെടാതെ സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ റോഡ് മാർക്കിംഗ്, ചില സ്ഥലത്തൊക്കെ റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമസ്തയുടെ സമ്മേളനം നടന്ന ആ ഒരു പെരിയ ഭാഗം, അവിടെയൊക്കെ പണികൾ കഴിഞ്ഞ് അതിലൂടെ ഒരു പുതിയ ഹൈവേയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അതൊക്കെ ഏകദേശം തോന്നുന്നു ഒരു കൊല്ലത്തോളമായി അതിലൂടെയൊക്കെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ബ്രൗൺ ഫീൽഡാണിത്, ഗ്രീൻ ഫീൽഡ് അല്ല, ബ്രൗൺ ഫീൽഡ്.
ആ ഭാഗത്ത് കൂടെയാണ്. പിന്നെ അധികം ഗതാഗത കുരുക്കൊന്നും ഇല്ലാത്തൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രൗൺ ഫീൽഡിലെ പണികൾ പെട്ടെന്ന് ബ്രൗൺ ഫീൽഡിലെ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റി. ബ്രൗൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു 2 റോഡ് അത് നീട്ടിപ്പണിയുക. ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ്, വളാഞ്ചേരി ബൈപ്പാസൊക്കെ, അതായത് റോഡില്ലാത്ത സ്ഥലത്ത് കൂടെ പുതിയ റോഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ അവിടെയും വികസനം എത്തും. അതാണ് ഗ്രീൻ ഫീൽഡ് ആൻഡ് ബ്രൗൺ ഫീൽഡ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ദൂരത്തിൽ റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തും അതേപോലെ ഒരുപാട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരിയ ഭാഗത്ത് കൂടെ കേട്ടോ. പെരിയ ഭാഗത്ത് 2 സൈഡിലും റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിലൂടെയാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നത്. പിന്നെ ഇവിടെ പൊതുവെ തിരക്കില്ലാത്തൊരു സ്ഥലമാണുള്ളത്. കാഞ്ഞങ്ങാട് ടൗണിലൂടെയാണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ഒരുവിധം വാഹനങ്ങളൊക്കെ പോകുന്നത്. ഈ ഒരു കയറ്റിറക്കും മറ്റൊക്കെ ഇതായിട്ട്. ഏതായാലും നേരം ഇരുട്ടി തുടങ്ങി, മരുവാൻ കൊടുത്ത് സുഹൃത്തുക്കളെ വീഡിയോ നിർത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീച്ചിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഒരുപാട് ദൂരത്തിൽ റോഡ് മാർക്കിങ്ങും മെയിൻ ഹൈവേയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ.